നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണം. എൻ്റെ ഹൈബ്രിഡ് പെറ്റൂണിയയുടെ ഒരു കളക്ഷൻ, അതിൽ ഉണ്ടായൊരു ഫ്ലവറുകൾ, അതിനെങ്ങനെയാണ് ഞാൻ കെയർ ചെയ്തതെന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിലുണ്ടായ ഫസ്റ്റ് ഫ്ലവർ ഞാനൊരു വീഡിയോ ആയിട്ട്, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഫ്ലവർ വന്നപ്പോൾ തന്നെ അത്രയും സന്തോഷമായതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഇപ്പം അതൊരുവിധം ഗ്രോത്തായി, ഏകദേശം ഒരു 10-20 ദിവസം ആയ സമയത്തുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ ഞങ്ങളുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് 100 രൂപയ്ക്ക് 4 പ്ലാന്റ്സ് വാങ്ങിയതാണ്. 4 കളറായിരുന്നു. പക്ഷെ ഒന്ന് എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് എന്താ അറിയില്ല, ഒരെണ്ണം കേടുവന്ന് പോയി. ഇപ്പോൾ 3 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അതിൽ ചെറുതായിട്ട് ഇങ്ങനെ മുട്ട് വരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം ചെയ്ത് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മുട്ട് വരുന്നത്. കാരണം അല്ലെങ്കിൽ ഫ്ലവർ വന്ന് കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ ഗ്രോത്ത് എപ്പോഴും പിന്നെ കുറവായിരിക്കും. ആ മുട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാനത് പോട്ട് ചെയ്തത്. മാത്രമല്ല, നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ പ്ലാന്റുകളാകുമ്പോൾ എപ്പോഴും വളരെ ഹാർഡായിട്ടുള്ളൊരു മണ്ണ് വെച്ചിട്ടായിരിക്കും അവരിത് പോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടാവുക. ആ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരു പ്ലാന്റുകളും തന്നെ ശരിക്കും നന്നായിട്ട് വളരില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ 3/4 ഭാഗവും ആ ഹാർഡായ മണ്ണ് കളഞ്ഞ് വേര് പൊട്ടാത്ത രീതിയിൽ, എന്നുവെച്ചാൽ ആ മണ്ണിൽ നിന്ന് പ്ലാന്റ് മൊത്തമായിട്ട് വിട്ടു പോരാൻ പാടില്ല. പക്ഷെ എന്നാൽ ഈ ഹാർഡായിട്ടുള്ള മണ്ണൊക്കെ കളഞ്ഞ് വേരുകളൊക്കെ കുറച്ച് പുറത്തേക്ക് വരുന്ന രീതിയിലായി കഴിഞ്ഞാൽ നമ്മളതിനെ നമ്മുടെ പോട്ടി മിക്സിൽ പോട്ട് ചെയ്യണം. ഇവിടെ ഞാനിതിന് പോട്ടി മിക്സായിട്ട് എടുത്തിട്ടുള്ളത് ചകിരിച്ചോറ്, ചാണകപ്പൊടി, കുറച്ച് മണ്ണ്, പിന്നെ എല്ലുപൊടി. ഇത്രയും മിക്സാണ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ കയ്യിൽ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് കമ്പോസ്റ്റും കൂടെ ഞാനതിൽ ചേർത്തു. അങ്ങനെയാണ് ഇത് പോട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ പ്ലാന്റ് എന്നല്ല, ഏത് പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് ടൈം നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം നമ്മൾ ഒട്ടും വെയിലും അല്ലാത്തൊരു സ്ഥലത്ത് നമ്മളിതിനെ വെക്കണം. അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട് അതൊന്ന് സെറ്റായതിന് ശേഷം മാത്രമാണ് നമ്മളിതിനെ വെയിലത്തേക്ക് മാറ്റാൻ പാടുള്ളൂ. കാരണം വെയിലത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ പെറ്റൂണിയയ്ക്ക് നല്ല രീതിയിൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് പെറ്റൂണിയ പ്ലാന്റ്സിൽ നന്നായിട്ട് ഫ്ലവറുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് പെറ്റൂണിയ എനിക്ക് വളർത്താൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ കയ്യിൽ വേവ് പെറ്റൂണിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വളർത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ സാധാരണക്കാർക്കും നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഹൈബ്രിഡ് പെറ്റൂണിയ. മാത്രമല്ല, അതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ കുറച്ചും കൂടി ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ സ്റ്റെമ്മിനൊക്കെ കുറച്ച് തിക്നെസ് ഉള്ളതുകൊണ്ട് നമ്മളിതിനെ കട്ട് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റായിട്ട് പിടിപ്പിച്ചെടുക്കുമ്പോൾ വേവ് പെറ്റൂണിയേക്കാൾ നമുക്ക് പിടിച്ച് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ അതിൻ്റെ വിത്തിൽ നിന്ന് നമുക്ക് പ്രൊപ്പഗേഷൻ നടത്താം. ഒരു 3-4 രീതിയിൽ ഞാനിപ്പോൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് വലുതായതിന് ശേഷം ഞാനത് എങ്ങനെയാണെന്നുള്ളത് വീണ്ടും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ എൻ്റെ ഈ ഹൈബ്രിഡ് പെറ്റൂണിയയിൽ ഫ്ലവറുകൾ വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പെറ്റൂണിയ.